സാക്ഷാൽ തലശ്ശേരി ബിരിയാണിക്ക് വേണ്ടി ഒരു ദിവസം തന്നെ മാറ്റിവെച്ച കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. പുലർച്ചെ അവര് സുബൈക്ക് എന്നെ കെട്ടിയെടുത്ത് ഒരു ഇറക്കം ഇറങ്ങി. ഒറ്റ സുഹൃത്തും അതിലേറെ എന്റെ എഡിറ്ററുമായ ആഷിഖിനെയും കൊണ്ടാണ് ഞാൻ ഇന്ന് പോകാൻ പോകുന്നത്. തലശ്ശേരി ബിരിയാണിയുടെ ചെമ്പ് സ്ഥിരീകരിക്കുന്ന അൽസാജിലാണ്. ലക്ഷ്യം ബിരിയാണി മാത്രമാണെങ്കിൽ അതിനിടയിൽ ഒരു ചെറിയ സാധനം കൂടെ ഉണ്ട്, വീഡിയോഗ്രാഫി കൂടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞു. ഇന്ന് എന്റെ പ്രധാന ഇഷ്ടവിഭവമായ വാഴക്കപ്പ ഇടുന്നതിനുള്ള കാത്തിരിപ്പായിരുന്നു. കല്യാണ ചെറുക്കന്റെ സീറ്റ് ഒഴിഞ്ഞിരിക്കുന്നത് കണ്ട് കയറിയിരിക്കാൻ തോന്നിയെങ്കിൽ അടി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ പ്ലാന് മാറ്റി. പണികളൊക്കെ മാറ്റിവെച്ച് നമ്മളെ പ്രധാന ദൗത്യമായ നമ്മുടെ ചേട്ടന്മാരുടെ ഐശ്വര്യത്തിലും താഞ്ചത്തിലും താളത്തിലും വിളമ്പിയ തലശ്ശേരി ബിരിയാണി പണിയെടുത്ത് അലഞ്ഞു നിന്ന് എന്റെ മുന്നിൽ തലശ്ശേരി ബിരിയാണി വന്നപ്പോ സ്വർഗം തന്നെയായിരുന്നു പൊന്നു മക്കളെ. അവി പറക്കണ തലശ്ശേരി ബിരിയാണി ഞാനും എന്റെ കൂട്ടരും നല്ല കിടില ഒരു പോളിങ് പോളി. പിന്നെ എല്ലാ കല്യാണത്തിനും ഉള്ളതുപോലെ തന്നെ ക്ഷണിക്കാതെ വന്ന രണ്ട് അതിഥികളും എന്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗൈസ് ബ്രോ കൊണ്ട് വിളിക്കാത്ത ആ കല്യാണം എന്നാണ് ഒന്ന് കണ്ടാത്തിരി ആളാണ്. പല കല്യാണത്തിനും നിങ്ങൾക്ക് വരെ കാണാൻ പറ്റുന്ന ഒന്ന് നോക്കി വെച്ചോ. കാരണം ഷർട്ടും പാൻറ്റിട്ട് ഇറങ്ങിയതല്ലേ രണ്ട് ഫോട്ടോയും കാച്ചാന്നും കരുതി. എല്ലാ കാര്യങ്ങളും അങ്ങ് റാഹത്തായി. എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം വേണ്ടേ? നമ്മളെ എണ്ണയും കഴിഞ്ഞു. എണ്ണയും ഫില്ലാക്കി അൽഹംദുലില്ലാഹ് റാഹത്തായി നേരെ വില്ലോട്ട്. അസ്സലാമ.